ഗൈസ് നമസ്കാരം, വെൽക്കം ടു വൈബ് സോൺ. ഇന്നലെ വ്ളോഗ് കാണാനായിട്ട് കുറേ ആൾക്കാർ ചോദിച്ചു എന്താ പറ്റിയത്. ഇന്നലെ വേറൊന്നല്ല, ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്ക് ഹെവി ട്രാഫിക് ആയിട്ട് ഞാൻ എത്താൻ നല്ലോണം വൈകി. പിന്നെ ഇന്നലെ ഫുട്ബോൾ കളിയില്ലായിരുന്നു, സ്വിമ്മിംഗ് പൂളിൽ പോക്കുമില്ലായിരുന്നു, പിന്നെ എൻ്റെ ആ പ്രോഗ്രാമിൻ്റെ ബാക്കി ഷൂട്ട് ചെയ്യണമായിരുന്നേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ദിവസം വ്ളോഗ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ചും കൂടി റെക്കോർഡ് ചെയ്യാനുള്ള സമയം കിട്ടും. അത് റെക്കോർഡ് ചെയ്ത് കുറേ എന്നിട്ടും തീർന്നില്ല, കുറേ ഇൻഡെപ്തായിട്ട് നമ്മൾ പോകുന്നതുകൊണ്ട് തീർന്നില്ല. എന്നിട്ട് അത് ഓൾമോസ്റ്റ് ഒരു 60% ആയി, ബാക്കിയും കൂടി എടുക്കണം. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് വ്ളോഗ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഞാൻ 2-3 ദിവസം ഒന്ന് മാറ്റി വെച്ചിട്ട് അതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വേണ്ട, നമുക്ക് ഞായറാഴ്ച ഒരു ദിവസം കിട്ടുമ്പോൾ നമുക്ക് ഫുൾ റെക്കോർഡ് ചെയ്യാം. പിന്നെ ഇന്ന് ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് എത്തിയല്ലോ. സമയത്ര അറിയോ? 7:32. ഒരു അരമണിക്കൂറായി ഞാൻ എത്തിയിട്ട് ഒന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ നിൽക്കുകയാണ്, ജോലി ഡ്രസ്സിൽ തന്നെയുള്ളത്. നാളെ ശനിയാഴ്ചയും എനിക്ക് ജോലിയുണ്ട്. സാധാരണ നമ്മളെ ഹയർ ചെയ്യുമ്പോൾ അവർ പറഞ്ഞാൽ എന്താ പറയുക, മൺഡേ ത്രൂ ഫ്രൈഡേ ആയിരിക്കും ജോലി, ശനി ഞായർ ലീവ് ആയിരിക്കും എന്നാണ്. ശനിയാഴ്ച റെയർലി ആയിരിക്കും നമ്മൾ എന്താ പറയുക ജോലി വെക്കുക. അതുകൊണ്ട് ശനിയാഴ്ച ജോലി ഉണ്ടാവില്ല, വെള്ളിയാഴ്ച വരെ ഉണ്ടാവുന്നതാണ്. പക്ഷെ ഞാൻ ജോലിക്ക് തുടങ്ങി, ശനിയാഴ്ചയും ജോലി വെക്കാൻ തുടങ്ങി. നല്ലതാണ് ഒരു കണക്കിന്. പക്ഷേ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അതാണ് ഒരു വലിയ വിഷയം. കുറേ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നതുകൊണ്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള സമയം നമുക്ക് ആവശ്യമാണ്. ഇനി ഞായറാഴ്ച ഒരു ദിവസം കിട്ടുമ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യേണ്ടി വരും. ഹായ് പറഞ്ഞോ അച്ഛൻ പോകണ. പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ. അച്ഛൻ നാളെ പോലെ അച്ഛൻ നാളെ ജോലിക്കോ. ഞാൻ പുല്ലെല്ലാം വെട്ടിയുണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കത് കട്ട് ചെയ്യാനറിയില്ല, കട്ട് ചെയ്തോ. സൈഡ് കട്ട് ചെയ്യാനുള്ള കിഡിലായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ വരുള്ളൂ കേട്ടാ. പിന്നില്ലേ ഞാൻ എന്താ പറയുന്നത്, അച്ഛന് ഒരു ജോലി കിട്ടി. വീടിൻ്റെ അടുത്തൊന്നല്ല, വേറെ സ്റ്റേറ്റിലാണ്, ഇന്ത്യാന എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ജോലി. അപ്പോൾ അങ്ങോട്ട് 15 മണിക്കൂർ 16 മണിക്കൂർ എന്തോ ഡ്രൈവ് ഉണ്ട്. നാളെ അച്ഛൻ ഇവിടുന്ന് ഇറങ്ങും. അച്ഛൻ തിങ്കളാഴ്ച ജോലിക്ക് കയറേണ്ടതാണ്. അപ്പോൾ അച്ഛൻ ഇനി അടുത്ത വ്ളോഗിലൊന്നും ഉണ്ടാവില്ല. ഇനി ഓണത്തിനായിരിക്കും മേ ബി ഉണ്ടാവുക. ഓണത്തിന് ചിലപ്പം ലീവ് കിട്ടുമ്പോൾ വരും. അന്നേരം ഉണ്ട്. പിന്നെ നമുക്ക് വേറൊരു കാര്യമുണ്ട് ശ്രീരി, പറ. നമ്മളെ പിന്നെ ഓണത്തിൻ്റെ ഡാൻസ് തുടങ്ങണം. അത് തുടങ്ങണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റൂലല്ലോ. 20 സംതിങ് അല്ലേ ഓണപ്പരിപാടി? 30-ാം തീയതി. അപ്പൊ അതിന്റെ മുന്നേ തുടങ്ങണം നമുക്ക്. അത് ഇപ്പൊ തുടങ്ങിയാലേ നമ്മളെല്ലാരും പഠിച്ചു തരും. എല്ലാരും ആ സമയം ഒന്ന് ഇതാക്കി വരണം. അതാ ഞാൻ പറഞ്ഞത്, പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പിന്നെ വേഗം പഠിക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു വ്ളോഗ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്നത് ജിജു അങ്കിളില്ലേ, അങ്കിള് പുതിയ വണ്ടി മേടിച്ചിട്ടുണ്ട്. ഒരാഴ്ചനുള്ളിൽ വരും. പുതിയ 400 TRD $80,000. ടോപ്പ് സാധനം, പുതിയ സാധനം, അത് പ്രീ ഓർഡർ ചെയ്താൽ 2 ആഴ്ചനുള്ളിൽ എത്തും. അപ്പൊ അതിന്റെ വ്ളോഗ് കാണാൻ താല്പര്യമില്ലവരാണെങ്കിൽ. പിന്നെ കുറെ ആൾക്കാർ പ്രണവിന്റെ വണ്ടിന്റെ റിവ്യൂ ചോദിക്കുന്നു. റിവ്യൂ അല്ല, ഒരു ജസ്റ്റ് ഒന്ന് ഓവറോൾ ജസ്റ്റ് ഓടിക്കുന്ന പരിപാടിയൊക്കെ. അത് ഞാൻ കുറെ നാൾ മുന്നേ പ്ലാൻ ചെയ്തൊരു സാധനമാണ് പ്രണവിന്റെ വണ്ടി. അവൻ പറഞ്ഞു ഞാൻ ഒന്ന് മോഡിഫൈ എല്ലാം ചെയ്തിട്ട് കുറച്ചൊന്ന് സെറ്റ് ആക്കട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് പിന്നെ മാറിപ്പോയി. അത് നമുക്ക് ചെയ്യാം, ഏതെങ്കിലും ഒരു വ്ളോഗിൽ കാണിക്കാം. അത് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കാം. അല്ലാണ്ട് ഒരു ഫുൾ ഓൺ റിവ്യൂ പണ്ടത്തെ പോലത്തെ നമ്മൾ ചെയ്യുന്നില്ല ഇപ്പം. പണ്ടത്തെ ടൈപ്പ് വ്ളോഗ് അല്ലല്ലോ ഇപ്പം പുതിയ ടൈപ്പ് വ്ളോഗ് അല്ലേ. അതിന് വേറെ തന്നെ ഒരു പിന്നെ എന്താ പറയുക ഓഡിയൻസ് ഉണ്ട്. ഓഡിയൻസിന് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ പണ്ടത്തെ ആ പവർ ജീവിതം അല്ലല്ലോ ഇപ്പം സ്റ്റെബിലിറ്റി അല്ലേ നമുക്ക് ആവശ്യം. പ്രായമായി, മുടിയൊക്കെ പോയി അറിയാല. പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട, ബമ്പർ ലിപ്പ് ഓർഡർ ചെയ്യല്. ഹബീബി ലുക്ക് അറ്റ് ദിസ്. ഓ നോ, പല്ല് പൊട്ടിപ്പോയവരുണ്ട്. ഇത് കാണുമ്പോൾ എന്തോ പോലെയാണ്. എടാ അത് മാറണം. അത് തുറക്കാൻ പറ്റൂലല്ലോ. ഓ നോ 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 നോ. ഇത് നല്ല. പിന്നെ ഏത് ഫോണിലാണ് വ്ളോഗ് ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ട് കുറെ ആള്. iPhone 16 Pro. iPhone 16 Pro നല്ല സംഭവട്ടാ. ഗോപ്രോനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നത് ഈ ടൈപ്പ് വ്ളോഗാണ്. കാരണം എന്താ പറയാ, ഞാൻ ഗോപ്രോയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് പോയി ഓണാക്കി നമ്മളത് ആ ഒരു വ്ളോഗ് മൈൻഡിലേക്ക് വരും. ഇതിപ്പം ഓണാക്കി ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു വ്ളോഗ് മൈൻഡ് അല്ല, ഇങ്ങനെ ജീവിക്കുന്നു, അതിൻ്റെ കൂടെ വ്ളോഗും വരുന്നു. അതാണ് അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി. അതാണ് സംഭവം. പുല്ല് മുറിച്ചത് ഇൻസ്പെക്ട് ചെയ്യാൻ പോയതാണ്. ഇപ്പം നോക്കും സൈഡ് ഒരു പണി ചെയ്യുമ്പോൾ അത് പൂർത്തിയാക്കണ്ടേ എന്ന് പറയാം.
ഫോണിലായോണ്ടാ, ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞേ സാധനം പറഞ്ഞ ഇപ്പൊ. പിന്നെ ഈ സാധനം ഇല്ലേ, ഇത് കുറച്ചും കൂടി വിക്കർബില്ല. പക്ഷെ ആ ഒരു ഫുൾ പ്ലാസ്റ്റിക്കിലൊരു സാധനം അതെനിക്ക് നല്ല ആഗ്രഹം ഉണ്ടാ ചെയ്യാൻ. 1000 ഉണ്ടാവും. പക്ഷേ അത് ചെയ്യാത്ത എന്താണെന്നറിയോ, ഈ വണ്ടിക്ക് ഇപ്പം പണി തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ പണിയുണ്ട്, കുറേ ചെയ്യാണ്ട്. നല്ല കിഡ്ഡലം പോലെ ആക്കണമെങ്കിൽ ഇതിൽ സെറാമിക് കോട്ടിങ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഫുൾ പെയിൻറ്റ് ജോബൊക്കെ ചെയ്ത് നല്ല ഈ കല്ലും കൊണ്ട് അടിച്ച സാധനം എല്ലാം മാറ്റിയിട്ട് അത് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇത് വിക്കർ ബില്ലിൻ്റെ സാധനം വെക്കണമെന്നുണ്ട്. പിന്നെ ആ പെയിൻറ്റ് സൈഡിൽ നിന്ന് ഇളകിപ്പോയത്, ബമ്പർ ലിപ്പ്, അതുപോലെ തന്നെ വൈറ്റ് ബോഡി വെച്ച വിഷയം എന്ന് വെച്ചാൽ വൈറ്റ് ബോഡി വെച്ചാൽ പിന്നെ വലിയ ടയർ വേണം, വലിയ ടയറും വാങ്ങണം, ബമ്പറും പുതിയത് വാങ്ങണം, വൈറ്റ് ബോഡിന്റെ ബമ്പർ വാങ്ങണം. അപ്പൊ അതുണ്ട്. പിന്നെ ഉള്ളിലത്തെ സീറ്റിൽ മൊത്തം ലെതറാക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കുറെ പണിയുണ്ട്, തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പണിയുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ബമ്പർ ലിപ്പ് അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി ആക്കിയിട്ട് നാട്ടിലേക്ക് ഇറക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ടൈമിന് മൊത്തം പണിയെടുപ്പിച്ചില്ല. നാട്ടിലേക്ക് എപ്പോഴും ഇറക്കണ്ട അറിയാം, 2027 കുട്ടനില്ലേ, ഓന്റെ സെന്റ് ഓഫിന് ഇറക്കാൻ പറഞ്ഞിന്. അതായത് അവൻ +2 കഴിഞ്ഞിട്ട് അതിന് നമുക്ക് ഫോർച്യൂണർ ഇറക്കാം. അതിന്റെ മുന്നേ ഇറക്കണ്ടത്. ഇത് നമുക്ക് ഇതെനിക്ക് ആഗ്രഹമുള്ളത് ജസ്റ്റ് വെറുതെ ഇറക്കാനൊക്കെ ആഗ്രഹമില്ല. ലൈക്ക് വെറുതെ എല്ലാവരും ഇറക്കുന്ന പോലെ എനിക്ക് ഇറക്കാൻ ആഗ്രഹമില്ല. നമ്മളൊരു സ്റ്റോറോ അതിൻ്റെ ഒരു ഇനാഗ്രേഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം, ഒരു സ്പെഷ്യൽ സംഭവത്തിന് ആയിട്ട് നാട്ടിലിറക്കാനാണ് എനിക്ക് ആഗ്രഹം. കാരണം പക്ക ക്ലീൻ ആക്കണം വണ്ടി. അപ്പോൾ അതെ, നല്ല കിഡിലായിട്ട് ഫുള്ളും ഇൻറ്റീരിയർ മൊത്തം ക്ലീൻ ആക്കി നല്ല വെടിപ്പാക്കണം വണ്ടി. കണ്ട ഇതേപോലത്തെ കണ്ട സ്ക്രാച്ചുകൾ കണ്ട, ചെറിയ ചെറിയ സ്ക്രാച്ചുകളുണ്ട് കണ്ടാ, അതെല്ലാം ഒന്ന് മാറ്റി ഒന്ന് വെടിപ്പാക്കണം വണ്ടി അല്ലേ. ഡോഡ്ജിന് എന്താ ഫാൻസ് അറിയാ ബ്രോ. നമ്മൾ വണ്ടി ഇത് അവര് കാണാൻ തുടങ്ങി കുറേ നാളായില്ലേ, ഇഷ്ടംപോലെ ഒരു 2-3 വർഷമായില്ലേ വണ്ടി ഇങ്ങനെ കണ്ട് അവർക്ക് അതിനായിട്ടൊരു ഒരു ഫാൻ ബേസ് ഉണ്ട്. ഡോഡ്ജ് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണെന്ന് എല്ലാവരും പറയാം. ഒരു പ്രത്യേക സന്തോഷം കിട്ടുന്ന ഒരു വണ്ടിയാണ്. നമ്മുടെ ഫാമിലി വണ്ടി പോലെ തന്നെ ഇത് അവരെയും കൂടി ഫാമിലി വണ്ടി കേട്ടാ. കണ്ട് ഐ ലൈക്ക് ദാറ്റ്. ഫ്രഷറുടെ കമന്റ്സ് ഞാൻ എപ്പോഴും വായിക്കാറുണ്ട്. ഇന്നലെ ഡെയിലി കോട്ട് മിസ്സായില്ലേ? എപ്പോ? അല്ല ഇന്നലെ വ്ളോഗ് ഇട്ടില്ല. ഇന്നലെ വ്ളോഗ് ഇട്ടില്ല. ഇന്ന് മറക്കല്ലേ? ഇന്നെന്തായാലും ഡെയിലി കോട്ട് ഉണ്ടാവും, ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും ഉണ്ടാവും ഗൈസ്. അപ്പൊ സ്റ്റേറ്റും ഉണ്ട്. ഞാൻ വേഗം ഒന്ന് കുളിച്ചിട്ട് കേട്ടോ. കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് അജയനെ കൊണ്ട് പോയിട്ട് കുറച്ച് നേരം അവന്റെ AI വെച്ചിട്ടുള്ള ചെടി നനക്കലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ A4 ആക്ടിങ് എല്ലാം ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇങ്ങോട്ട് വരാം. ഒരു 10 മിനിറ്റ് ഞാൻ കുളിച്ചിട്ട് വരാം. ഓ ട്രാൻസിഷൻ ഒന്നും ഇല്ല. ശരി എന്നാ. എങ്ങനെയാണ് ഇനി മാത്രം പർപ്പിളായത്? ഞാൻ തുപ്പിയതാ ശരിക്കും. ഒരു മിനിറ്റ്, അജയായിട്ട് മെസ്സേജ് എടുക്ക്. മെസ്സേജ് എടുക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ്. ഹേ ബഡി സുന്ദരാണല്ലോ. താങ്ക് യു ഗൈസ്. ഇനി ഒരു 7 ദിവസത്തിൽ എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. 28 വയസ്സായി. 25 തുടരാൻ പോകുന്നു. തുടരും. ഒരുമിച്ച് പറഞ്ഞു. എടാ മിണ്ടാടുക്കടാ. ആരത് ഇടിക്കാനുള്ള വേണ ഇവിടെ പോയി. പിന്നെ അവിടെ നമുക്ക് അജയന്റെ അടുത്ത് പോവാം. അജയ് അവിടെ ഫ്രീ ആണെന്ന് തോന്നുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴക അഴകല്ല എന്റെ മെയിൻ പാട്ട് മറ്റേതാണ്. പ്രഷർ കമന്റ് ഇടക്ക് മറ്റേ തുടരും സിനിമയിലെ പാട്ട്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ ചക്കരമാവിൻ കാഞ്ഞിരുന്നാട്ടേ. പിന്നെ ഗൈസ് അത് പറഞ്ഞുകൊണ്ട് തന്നെ ഗൈസ് എന്റെ ഇൻസ്റ്റാഗ്രാം ഇടക്കിടക്ക് പ്ലഗ് ചെയ്യുന്നു. ഇന്നലെ ഇവരിത് കാണുന്നത് ശനിയാഴ്ച രാവിലെ അല്ലേ? വെള്ളിയാഴ്ച രാത്രി ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. അതായത് ഇന്നലെ രാത്രി ഞാനൊരു സൂപ്പർ എൻഡർ റീൽ ഇട്ടിട്ടുണ്ട്. മഴയത്തില്ല, അല്ല പുതിയത് അത് കാണിക്കൂല. അതായത് നീ ഇന്നിടാമോ? ഇന്ന് രാത്രി ഇടും. അതായത് ഇവര് നാളെ രാവിലെ കാണും. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഒന്ന് കുളിച്ച് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ആട്ടോ. ഇത് പക്ഷെ നാട്ടിലാണെങ്കിൽ അതിനെക്കാട്ടി പോസിറ്റീവ് ആയനെ.
പക്ഷെ നാട്ടിൽ അങ്ങനെ ആരും നടക്കില്ല. പക്ഷെ നാട്ടില് വൈകുന്നേരത്തെ നാട്ടിലത്തെ ഗ്യാങ് നാട്ടിൽ എങ്ങനെ അറിയാം? നാട്ടിൽ എന്താ പറയാ വേണ്ടി, ഒരു കണ്ടം, ഒരു പാടത്ത് പിള്ളേരെല്ലാം കൂടി ഫുട്ബോൾ കളിക്കുന്നു, അതിന്റെ കൂട്ടത്തിൽ നമ്മളും കൂടി കളിക്കുന്നു, അല്ലെങ്കിൽ ക്രിക്കറ്റോ എന്തെങ്കിലും കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് കളിക്കുന്നു. പൈസനെ കുറിച്ചൊന്നും ഒരു ടെൻഷൻ ഇല്ലാണ്ട്, ജോലിനെ കുറിച്ചൊന്നും അധികം ടെൻഷൻ ഇല്ലാണ്ട്, ഈ കുറച്ച് ദൂരത്തു നിന്നൊരു അമ്പലത്തിലെ പാട്ട്, അത് ഇവിടെ നിൽക്കുന്ന ആളാണ്. അതൊക്കെ ജാടയാ, ബ്രോ. നമ്മൾ റോൾസ് റോയ്സ്, പക്ഷെ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മൾ റോൾസ് റോയ്സ് ആയിട്ട് പാസ് ചെയ്യുമ്പോഴേ അവന് ജാട കുറയും. വേറെ കാര്യമുണ്ട്, ലാംബോർഗിനി മാത്രം മതിയല്ലോ ഈ നെയ്ബർഹുഡില്, റോൾസ് റോയ്സും കൂടി പിന്നെ കണ്ടിപ്പാ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു ദൂരെ നിന്ന് ഒരു അമ്പലത്തിലെ ഒരു ചെറുങ്ങനെ ഒരു പാട്ട്, സന്ധ്യ സമയം, വൈകുന്നേരം സമയം, നീ ആലോചിച്ചിട്ട് ഞാനൊന്ന് പറയട്ടെ, ഇവൻ ഈ ലാംബോർഗിനി ആയിട്ട് ഈ ബേട്ടൗണിൽ എന്താ ചെയ്യുന്നത്? ബേട്ടൗണിൽ എന്താ ചെയ്യുന്ന? അല്ല ഇവിടെ വീട് എടുത്തിട്ട് ഈ ഒരു നെയ്ബർഹുഡില് ഇവിടെ നല്ല സ്റ്റെബിലിറ്റി, നല്ല കമ്മ്യൂണിറ്റി അല്ലേ ഇതെല്ലാം. അതിനേട്ടാ പറഞ്ഞത് വൈകുന്നേരം നാട്ടിലെ ഗ്യാങ് പാട്ട്, ഇതേപോലെ കുറച്ച് വയസ്സായ ആൾക്കാര്, പിന്നെ എന്താ പറയാ, ഇങ്ങനെ നടക്കാൻ ഇറങ്ങുന്ന സൈഡിലൂടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു വില്ലേജ്. ഒന്ന് ആലോചിച്ച് നോക്കിയത്, വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ കിടിലല്ലേ? കേൾക്കുമ്പോ തന്നെ നമുക്കൊരു കുളിര് വരുന്നില്ലേ? പ്രണവല്ലേ അത്? പ്രണവ്. What did you do here? Man, what you doing, man? ഹോങ്കടി. എവിടെ പോടാ? ഓക്കെ, ജിമ്മിൽ പോവാൻ. ജിം. അപ്പൊ അതാണ് എന്റെ, ഞാനിങ്ങനെ ആലോചിച്ച സംഭവം. നീ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ നല്ലൊരു പോലത്തെ സാധനല്ലേ അത്? നല്ല രസാടാ നാട്. ശരിക്കും പറഞ്ഞ ക്വാളിറ്റി ഓഫ് ലിവിങ് എന്ന് പറഞ്ഞ സാധനമില്ലേ നാട്ടില് അടിപൊളിയാണ്. പക്ഷേ അതിന് പൈസ വേണം. പക്ഷെ പൈസ നാട്ടിലില്ല എന്നല്ല, നാട്ടില് ഭയങ്കര ഭയങ്കര ടൈറ്റ് ആണ് ഉണ്ടാക്കാൻ, സത്യം പറഞ്ഞാല്. അതുകൊണ്ടാണ് എല്ലാരും ഇവിടെ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. തുടങ്ങിയ AI വർക്ക് ഫോഴ്സ് കോളിലാട്ടാ. നമ്മളിവിടെ വന്നപ്പോ അജയ് കോളില് ഒന്നും നമ്മളെ മൈൻഡ് ആക്കിയില്ല, അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോയി. അതുകൊണ്ടല്ല ഗൈസ് റീസൺ, ഞാൻ നമ്മളെ വീട്ടിലൊരു ജനറേറ്റർ ഉണ്ടായിരുന്നു. നമ്മൾ പണ്ട് കറണ്ട് പോയാലും ഉപയോഗിച്ച സാധനം, സ്നോ എല്ലാം മതിയല്ലേ, ആ ഒരു സമയത്ത് യൂസ് ചെയ്ത സാധനം അത്. എന്നിട്ട് എന്നോട് വിൽക്കാൻ പറഞ്ഞു അച്ഛൻ. അപ്പം ഞാൻ ഓൺലൈനിൽ വെറുതെ ഒന്ന് ഇട്ടു. എന്നിട്ട് ആള് വരുന്നുണ്ട് ഇന്ന് പിക്കപ്പ് ചെയ്യാൻ. അപ്പം നമുക്ക് തിരിച്ചു പോകണം. അതെ, അവിടെ പോയി അവനെ എടുത്തോളില്ലേ, നമ്മൾ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലോ. എടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വീട്ടിൽ കയറി എടുക്കൂല, നമ്മൾ കാണിച്ചു കൊടുത്താൽ അവിടെ ഉണ്ട്, എടുത്തോ, എന്നിട്ട് നമ്മൾ പോകും. നമുക്ക് ഹെൽപ്പ് ചെയ്യാം. പാവം മനുഷ്യൻ വാങ്ങുന്നില്ല കൊറേ. അതെപ്പം വാങ്ങി അറിയാം, അത് പിന്നെ ഒരു പോയിന്റിൽ കറണ്ട് ഇല്ലാത്തൊരു ദിവസം ഉണ്ടായില്ല, ഒരു 3 ദിവസം. അത് നമ്മൾ വ്ലോഗ് എടുത്തിട്ടുണ്ടായി. 3 ദിവസം നമ്മളിവിടെ കറണ്ട് ഉണ്ടായില്ല, ഭയങ്കര കച്ചറായിരുന്നു. അമേരിക്കയിൽ കറണ്ട് പോകുന്ന വെച്ചാൽ അതിലപ്പുറം വേറെ ഇതില്ല, നെറ്റ് വൈഫൈ ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ വാങ്ങിയ ജനറേറ്ററാണ്. വീട്ടിലിങ്ങനെ കറണ്ടൊക്കെ പോകുമ്പോൾ അതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടേ. പക്ഷെ ആ ജനറേറ്റർ ഐപ്പിൻ്റെ ഉപയോഗിച്ചില്ല, കാരണം ഐപ്പിൻ്റെ കറണ്ട് നമ്മുടെ വീട്ടിൽ പോയിട്ടില്ല. ഇവിടെ അമേരിക്ക ആയതുകൊണ്ട് കറണ്ട് അങ്ങനെ പോവില്ല, നാട്ടിലെ പോലെ പോവില്ല. അതുകൊണ്ട് നമുക്കത് ആ ഒരു ലൈഫ് സ്റ്റൈൽ ശീലമായി. ഇപ്പോൾ കറണ്ടൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ എന്ത് പണ്ടത് ഭയങ്കര എന്തോ സംഭവം പോലെ. പക്ഷെ നാട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ എത്ര കറണ്ട് പോക്ക്, കറണ്ടെല്ലാം പോയ സമയത്ത് എന്ത് രസം അറിയോ, എല്ലാരുമായിട്ട് ഇരുന്ന് സംസാരിക്കും. ഇപ്പൊ എല്ലാവരും ഫോണിലേക്കായി, ഫോണും കമ്പ്യൂട്ടറിലൊക്കെ എല്ലാം ആയി, അവരുടെ പേഴ്സണൽ വർക്കും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പൊ ആരും അങ്ങനെ ഇരുന്ന് പണ്ടത്തെ പോലെ സംസാരിക്കുന്നൊന്നുമില്ല. അത് ഫ്രണ്ട്സായിട്ട് പോയാൽ മാത്രമേ ആ ഒരു ലെവലിലൊക്കെ സംസാരം ഉണ്ടാവും. 12 മണി കഴിഞ്ഞിട്ട് നാട്ടില് ചായ കുടിക്കാൻ പോണം. രാത്രിയല്ലേ? രാത്രി ബൈക്കില് ബ്രോ, ചെറിയൊരു മഴ കിട്ടില്ല. ഞാൻ പോകും, ഞാൻ കൂട്ടുകാരൊക്കെ പോകും, ഒറ്റ മൈൻഡില് വിടുവയ്യ. എനിക്ക് എന്താ അറിയാ ഒരു സംഭവം ഉണ്ട്. ഇപ്രാവശ്യം നാട്ടില് എന്റെ പേരിൽ പണ്ടെന്തോ കുറിയാറ്റ് അടിച്ചു ചെയ്തില്ലേ. അപ്പൊ എനിക്ക് നാട്ടിൽ പോകുമ്പം എനിക്ക് അക്കൗണ്ട് തുടങ്ങും, അതിൽ 40,000 ഇട്ടുതരും. 40,000? എന്തോ പണ്ടത്തെ കുറി കുറിയാന്നോ അറിയില്ല, എന്തോ LIC എന്തോ അച്ഛൻ ഇട്ടത്. അച്ഛൻ അതിന്റെ ഇത് കിട്ടുന്നുണ്ടോ? എന്നോട് പറഞ്ഞിരുന്നു. 40,000 രൂപ. അതാകുമ്പോ എനിക്ക് നാട്ടിൽ പോയാലും ചെലവ് പിന്നെ ഞാൻ തരണ്ടല്ലോ. അല്ല 40,000 പ്ലസ് വേണ്ടേ? ശരി, 40,000 തീരുമ്പോ നീ ഇങ്ങോട്ട് തിരിച്ചോ? അല്ല ഏട്ടനുമില്ലേ? നാട്ടില് ഞാൻ പോകുന്നുണ്ട്, പക്ഷെ
ആ പോകുന്ന ഡേറ്റ് കൺഫേം ആയിട്ടില്ല, അല്ലെങ്കിൽ മാസം കൺഫേം ആയിട്ടില്ല. അതിന് ആദ്യം എൻ്റെ ജോലി എത്രത്തോളം ജോലി എപ്പം പിന്നെ തീരും, വേറെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുമോ, നമുക്ക് ജനറേറ്റർ ഇറക്കണ്ടല്ലേ. കാരണം സത്യം പറഞ്ഞാൽ ഇത് കിടലും ജോലിയാണ്. ജോലിയില്ലേ, ക്വാളിറ്റി ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ ഒരു നല്ല സ്റ്റാൻഡേർഡിലുള്ള പണിയാണ്. നമുക്ക് അങ്ങനെ കഷ്ടപ്പാടൊന്നുമില്ല, നല്ല ജോലിയാണ്. അപ്പോൾ ഈ ജോലി കഴിഞ്ഞ ഉടനെ വേറെ ജോലി അവർ കമ്പനിയായിട്ട് വിടുമെങ്കിലേ നൈസല്ലേ. പിന്നെ എനിക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിൽ നാട്ടിൽ പോലെടാ. ഇത് അങ്ങനല്ല, എന്ന് വെച്ചാൽ ഇങ്ങനെ പണ്ട് കോളേജെല്ലാം ഉണ്ടാകുമ്പോൾ കോളേജ് തീരണം എന്നിട്ട് പോകണം. എനക്കും അങ്ങനത്തെ ഒരു ഇതല്ലേ ഇപ്പം. ശരിയാണ്, നീ ഗ്രാജുവേറ്റ് ആയില്ലേ. പണ്ട് പിന്നെ അജയേട്ടന് ഓർമ്മയുണ്ടാ ഒരു പൂച്ചനെ ചവിട്ടുന്ന മറ്റേ ചെരുപ്പ് തെറിച്ചു പേടിച്ചിട്ടോ. ഒരു പൂച്ചനെ കാണുമ്പോ ഞാനിപ്പോ കുളിക്കുമ്പോ ഒരു സംഭവം അല്ലേ, നമ്മളെ വൈബ് സോണിന്റെ ഭാഗമായിട്ട് ഒരു ഗിവ് അവേ നടത്തിയാലോ. എന്ത് ഗിവ് അവേ? പക്ഷെ നമ്മൾ ഇവിടെ ആയതുകൊണ്ട് എങ്ങനെ ഗിവ് അവേ നടത്തുന്നുള്ളതും ഒരു ഡൗട്ടാണ്. അതൊരു ട്രൂ ആണെന്ന് എന്നുവെച്ചാൽ വൈബ് സോൺ ക്ലോത്തിങ് ബ്രാൻഡിന്റെ 1 വർഷമായി തുടങ്ങിയിട്ട് നമ്മള് ക്ലോത്തിങ് ബ്രാൻഡ് ലോഞ്ച് ചെയ്തിട്ട് എന്ന് വെച്ചാൽ പണ്ട് ഹുഡീസും കാര്യങ്ങളെല്ലായിരുന്നു. ഇപ്പൊ ആണ് അത് ടൈംലെസ് സ്റ്റൈലിലേക്ക് വന്നത്. പക്ഷെ 1 വർഷമായി നമ്മൾ ലോഞ്ച് ചെയ്തിട്ട് അത് ഭയങ്കര ജേണി ആയിരുന്നു കേട്ടാ. അത് തുടങ്ങുന്നതിന്റെ മുന്നേ കുറേ ആൾക്കാർ പറ്റിച്ചു. സത്യം. പിന്നെ എൻ്റെ മോനെ, ആൾക്കാരെ വിശ്വസിച്ച് നമ്മൾ ഒരു പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയിൽ വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിനുവേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ ആളുടെ അഡ്രസ് ഇല്ല. അവനെ ഞാൻ പൊക്കും, അവൻ നാട്ടിലുണ്ട്. പക്ഷെ ഇതെല്ലാം ശരിക്കും പറഞ്ഞ ഒരു സ്റ്റോറി അല്ലേ. ഇപ്പം നല്ല അത്യാവശ്യം പിന്നെ ഇതുണ്ട്, സെയിൽസും എല്ലാം ഉണ്ട്. അന്നേരം തിരിഞ്ഞു നോക്കുമ്പോ ഇതൊരു ഇതല്ലേ. അതാണ് അന്നേരം അവൻ പറ്റിച്ചു പോയെടുത്തുനിന്ന് എനിക്ക് വാശി കൂടിയത്. സത്യം പറയാലോ, പറ്റിച്ചു പോയെടുത്തുനിന്ന് ഞാനിത് വിട്ടു കൊടുക്കില്ല. അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഞാനൊരു സൈഡ് ഹസിൽ പോലെ ഇത് കണ്ടത്. ഓക്കെ, മെയിനായിട്ട് ഇൻകം ജോലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഒരു സൈഡ് ഹസിൽ പോലെ. അത് കഴിഞ്ഞപ്പോൾ ഇല്ലേ സ്വിച്ചായി. എനിക്ക് ഇനി അറിയപ്പെടുന്നൊരു ബ്രാൻഡാക്കി ഞാൻ മാറ്റുന്നില്ല രീതിയില്ലേ സെറ്റാക്കിയിട്ട് പിന്നെയാണ് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ അമ്മ അത് കഴിഞ്ഞിട്ടൊരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരുന്നു ആ ഒരു ബിൽഡിംഗ് സ്റ്റേജില്ലേ. ഇപ്പം എല്ലാം സെറ്റായി, നല്ല ടീം, സെയിൽസ്, അത് ഓർഡർ ഫുൾഫിൽ ചെയ്യാൻ ആൾക്കാർ, എല്ലാം കസ്റ്റമേഴ്സ് ആണെങ്കിലും നല്ല റിവ്യൂസ് പറയുന്ന കാര്യങ്ങളൊക്കെ. വർക്ക് ചെയ്യുന്ന വൈബ്സ് ഓൺ ടീം ബ്രോ, എൻ്റെ ടീമിന് ബ്രോ ഇത് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. എൻ്റെ ടീമില്ലേ, എനിക്കൊരു കോർ ടീമുണ്ട് ഇപ്പം. അതായത് നമ്മളെ വൈബ്സ് ഓൺ ബ്രാൻഡിന് വേണ്ടി വർക്ക് ചെയ്യുന്ന മാർക്കറ്റിംഗ് ടീമുണ്ട്, പിന്നെ വെബ്സൈറ്റിൻ്റെ ഒരുത്തനുണ്ട്, നമ്മളെ ഓർഡർ ഹാൻഡിൽ ചെയ്യുന്ന ആളുണ്ട്, എല്ലാം കൂടി മാനേജ് ചെയ്യുന്ന ഒരുത്തുണ്ട്, എല്ലാം സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരുത്തുണ്ട്. നമ്മുടെ ഒരു ടീം. അത് ഈ ടീം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം എടാ ഇത് ഇന്ന സമയത്ത് ഇന്ന് തീർക്കണേ, അത് തീർത്തില്ലെങ്കിൽ നമുക്ക് ഇതാവേ, അങ്ങനെയൊന്നുമല്ല. നമ്മൾ പറയുന്നത് എടാ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാലോ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, അതൊന്ന് ട്രൈ ചെയ്തോ. എന്നിട്ട് അവരുടെ ഐഡിയാസും കൂടി ഞാൻ എടുക്കും. മനസ്സിലായോ? നല്ല ഫണ്ണാണ് നമ്മൾ ഗ്രൂപ്പിൽ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ അവർ എക്സൈറ്റഡ് ആണ് വർക്ക് ചെയ്യാൻ. എൻ്റെ ടീം താങ്ക് യു സോ മച്ച്. നിങ്ങളിത് കാണുകയാണെങ്കിൽ നിങ്ങളില്ലാണ്ട് നമ്മൾ ഈ ബ്രാൻഡ് ഇത്രത്തോളം വളരില്ല. താങ്ക് യു സോ മച്ച്. നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങളുടെ വർക്ക് അടിപൊളിയാണ്. കീപ്പപ്പ്. അത്രേ പറയാം. പിന്നെ എനിക്ക് താങ്ക്സ് പറയാനല്ലോ നിങ്ങളെ എഡിറ്റേഴ്സ്. ഗൈസ്, നമ്മുടെ ക്ലിപ്സിൽ എഡിറ്റ് ചെയ്യുന്ന എല്ലാ എഡിറ്റേഴ്സും താങ്ക് യു സോ മച്ച്. നിങ്ങൾ എന്നെ മെൻഷൻ ചെയ്യുമ്പോൾ ഞാൻ റീപോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കലുണ്ട്. പിന്നെ കാണാത്തത് ഞാൻ ചില സമയത്തില്ലേ ഒരു വീഡിയോ കാണാൻ എന്ന് വെച്ചാൽ ടാഗ് ചെയ്ത് വരുമല്ലോ, ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ നെറ്റ് ഉണ്ടാവില്ല സൈറ്റിൽ. അങ്ങനെ ഇങ്ങനെ ലോഡ് ആവുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് ഞാനത് കാണുക. എൻ്റെ സ്റ്റോറി ഇടാൻ പറ്റില്ല. പക്ഷെ എനിക്ക് സ്റ്റോറി അപ്ലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. എന്നിട്ട് ഞാൻ കുറേ നേരം കഴിഞ്ഞ് ലഞ്ച് ടൈമിലാണ് ഞാനത് സ്റ്റോറി ഇടാം. അപ്പോൾ എല്ലാ വീഡിയോസും ഞാൻ എന്നെ ടാഗ് ചെയ്ത് വരുന്ന വീഡിയോസ് എല്ലാം കാണലുണ്ട്. എല്ലാം അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ കുറേ ആൾക്കാർ അതിൻ്റെ താഴെ ഇവർക്കെല്ലാം പൈസ കൊടുത്ത് എഡിറ്റ് ചെയ്യിപ്പിക്കുന്നതാകും. ഗൈസ്, പെയ്ഡ് പ്രൊമോഷൻസ് അങ്ങനത്തെ പരിപാടിയല്ല ഇത്. ഇത് ജസ്റ്റ് ആൾക്കാർ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന കേട്ടോ. അവനിപ്പോൾ വരുമോ? അച്ഛാ, പിന്നെ ജനറേറ്റർ എടുക്കാൻ ആളിപ്പോ എത്തും. ലൈറ്റ് ഒന്നും ഓണാവോ? തരണം, ലൈറ്റ് ഇട്ടാലേ ഓണാവും. ലൈറ്റ് ഓട്ടോമാറ്റിക് അല്ല, സ്വിച്ച് ഇടുന്നു, സെൻസറില്ല. അച്ഛനെ ഇപ്പോഴേ വ്ളോഗിലുണ്ടാവില്ല. അച്ഛൻ പോകല്ലേ? ഉണ്ടാകാൻ സാധ്യതയില്ല. പ്രഷറോട് എന്തെങ്കിലും പറയാം, ഒരു പീസ് ഓഫ് അഡ്വൈസ് കൊടുക്ക് എന്തെങ്കിലും. അത് താടി എടുത്തതാണ് പ്രഷറോട്. നിങ്ങളൊരു ഗിവ് അവേ ആരെല്ലാം പറയുന്നുണ്ടല്ലോ, എന്താ സംഭവം? ഞാനതിങ്ങനെ ഞാനിപ്പോ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നു. എന്ത് കൊടുക്കും അച്ഛൻ പറ, ഒരു ഐഡിയ പറ, എന്ത് കൊടുക്കും? എന്തായാലും ഒരു ആദ്യത്തെ 1000 പർച്ചേസ് ചെയ്തവർക്ക് ഒരു ഐഫോൺ കൊടുക്കാം. ഐഫോണാ? എന്തായാലും 1 വർഷം നമ്മളെ പൂർത്തീകരിക്കാൻ പോലെ നമ്മളെ അച്ഛന്റെ വക
അല്ലേ? അച്ഛന്റെ വക ആയിക്കോട്ടെ ആരോ വകയാലും ഓ ഐഫോൺ തമാശ എല്ലാ കാര്യം നമുക്ക് കാര്യം അറിയാം. എന്നാ പിന്നെ അച്ഛൻ പറഞ്ഞാൽ വേറെ വാക്കില്ല നമുക്ക്. ശ്രീതി അതന്നെ. എന്നാ നീ താത്ത നോക്കുന്നത്? ഓ വ്ളോഗ് എന്തോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എടാ ഒരു മിനിറ്റ്, ഇതെല്ലാം താന്നില്ലേ? ഓ വിഷയം സ്റ്റാർട്ടാവുന്നില്ല. നല്ല ക്ലീൻ ആക്കി കൊറേ പണിയും ചെയ്തിട്ട് ഇപ്പൊ വിറ്റിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് വരും പൈസ. അച്ഛൻ എന്നോട് നിൽക്കുമ്പോ അതാ പറഞ്ഞ ലിസ്റ്റ് ചെയ്തോ നീ പൈസ എടുത്തോ. നമ്മള് പൈസ എടുക്കൂലേ? ഇത് പക്ഷെ വർക്കൗട്ട് ചെയ്യാന്നവരോട് പറഞ്ഞില്ലേ? ചെറിയ പ്ലഗിന്റെ വിഷയം ഉണ്ടാവും. പക്കലിന് മാറി ഒരു വയറിന്റെ വിട്ട് എടുക്കുന്നുണ്ട്. അത് കണക്ട് ചെയ്യാത്തോണ്ടാ വയറ് അവരോട് പറയണം. പോയി നമ്മളെ എന്താണ് സാധനം, ജനറേറ്റർ വിറ്റ് പോയി. അയാൾ കൊണ്ടുപോയി കേട്ടാ. അയാൾ പാവ മനുഷ്യൻ. അയാൾ ഈ പ്ലാന്റിൽ വർക്ക് ചെയ്യുന്ന ആളാ. അമ്മേ അപ്പം അച്ഛനോട് നമ്മൾ ഗിവ് അവേനെ കുറിച്ച് ചോദിച്ചു. അച്ഛൻ പറഞ്ഞത് ഒരു ഐഫോൺ വാങ്ങിക്കൊടുക്കുക കസ്റ്റമേഴ്സിന്. ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഐഫോൺ വാങ്ങിക്കൊടുക്കുക. ഞാൻ ഗിവ് അവേന്ന് വെച്ച് കുറച്ച് സംഭവം ചെറിയ രീതിയിലാണ് പ്രതീക്ഷിച്ചത്. അച്ഛൻ ഐഫോൺ വാങ്ങിക്കൊടുക്കും. ചെയ്യപ്പോ അങ്ങനെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ, അമ്മേന്റെ വക നമ്മളെ ആൾക്കല്ലേ ഉഷാറാക്കിട്ട് മറ്റേ എന്തത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര ലോയൽ ആയിട്ടുള്ള അത് ശരിയാ. ഐ ലവ് മൈ സബ്സ്ക്രൈബേഴ്സ്. നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഇല്ല അധികം. ഞാൻ എപ്പോഴും കമന്റ് ഇനി വന്നോളും. കമന്റ് എല്ലാം ഞാനും വായിക്കലുണ്ട്. പക്ഷെ അങ്ങനെ ഒരു നെഗറ്റീവോ അങ്ങനെ ഒരു ബാഡ് ആയിട്ടുള്ളൊരു കമന്റ് ഒന്നും അങ്ങനെ എന്തുകൊണ്ടാന്ന് എനിക്ക് തോന്നുന്നത് പറയാം. നമ്മൾ ജെനുവിൻ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സും അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ജെനുവിൻ ആവും. നമ്മളൊന്നും ഓവറായിട്ട് നമ്മൾ അതാണ് നമുക്ക് വേണമെങ്കിൽ അമ്മ ഒന്ന് ഒരു ശരിക്ക് നിങ്ങൾ ആലോചിക്കണേ. നമുക്ക് ഇപ്പൊ അമേരിക്കയിലാണ്, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വെച്ച് ജാട കാണിക്കാം. ശരിക്കും ഒന്ന് ആലോചിച്ചൊക്കെ, നമുക്ക് വലിയ വണ്ടി കാറുകൾ എല്ലാം ഉണ്ട്. നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും കാണിച്ച് നമുക്ക് വലിയ ഇതാവാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറേ വ്യൂസും കിട്ടും. നമുക്കറിയാലോ, ക്ലിക്ക് ബൈറ്റ് നമുക്കറിയില്ലേ. നമുക്ക് ഈ വ്യൂസ് കിട്ടാനുള്ള പരിപാടി നമുക്കറിയില്ലേ. നമുക്ക് അല്ല ഞാൻ പറയുന്നത് വെച്ചാല് അത്രയും ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. വീട് വിടലായി, നാട് വിടലായി, ജനറേറ്റർ വിറ്റ് സന്തോഷത്തിന്. അതെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ കാണിച്ച് നാട്ടിലില്ലാത്ത കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അതാണ് പറഞ്ഞ് ഒരൊറ്റ തള്ളു തള്ളിയിട്ട് നമുക്ക് മറിച്ച് ഇതാക്കാം. അതല്ല വൈബ്സ് ഓൺ. നമുക്ക് എന്താ പേടി? അതാണ്. അച്ഛാ ഒരു കാര്യം പറയണ്ട്. പറഞ്ഞു അച്ഛന്റെ താടി കളിഞ്ഞിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം പറയാൻ പറഞ്ഞു. മുഞ്ഞാഞ്ഞ പറഞ്ഞു എനിക്കങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. അച്ഛാ മുഞ്ഞാഞ്ഞോ പറഞ്ഞു. മുഞ്ഞാഞ്ഞോ നമുക്കത് ഇഷ്ടമല്ലേ. പാടി ഒരു മുഞ്ഞാഞ്ഞോ. അതല്ല അതൊക്കെ അല്ലാണ്ടില്ലേ വൈബേന്ന് പറയാം. അച്ഛനോട് അന്നാക്കാൻ പറഞ്ഞു. പണിയടിക്കുന്നതാണ്. നല്ല ചക്കവറ കഴിച്ചോടാ. നമ്മള് സ്വന്തം വീട് പോലെ. സ്വന്തം വീട് പോലെ വിളിച്ചേ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാ? നീ കൊണ്ടുവന്നാ? എന്നിട്ട് ഇത് ഇതുവരെ എനിക്ക് തന്നില്ല. ഇപ്പൊ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടല്ലേ ഫുള്ള്. നാട്ടിൽ നിന്ന് വന്നിട്ട് 1.5 മാസമായി. പക്ഷെ നമ്മള് കാണാൻ കിട്ടുന്നില്ല. ശ്രീയ ഫുൾ ബിസി അല്ലേ, നമുക്കറിയാലോ. 1.5 മാസം പോയിട്ട് 1 മാസം പോലും ആയില്ല. കറക്റ്റ് കാര്യം. അതുകൊട്ടെ സോഡ ആക്കാൻ എത്രയായി? സോഡാക്കാൻ നിങ്ങൾക്കല്ലേ സമയം ഇല്ലാത്ത. 10 മണി കഴിഞ്ഞ് 10:30 കഴിഞ്ഞ് എനിക്ക് നാളെ ജോലിക്കും പോണം. അത് ശരിയാടാ. എന്ത് തരാണോ എന്താ സംഭവം? ഇത് കുറഞ്ഞു പോയില്ലടാ. മൊത്തം ബബിൾസ് വേണ്ട, മൊത്തം ഗ്യാസ് ഒറ്റടിക്ക് ഫിനിഷ് ഒച്ചയ്ക്ക് മാറും. കുറച്ചും കൂടി വേണം തോന്നുന്നു. ഇത് 3 വർഷം നോർമലി. കുറച്ചും കൂടി വേണ്ടേ? ഓക്കെ, പക്ഷെ ഇത് നമ്മുടെ പ്യൂർ വാട്ടറിൽ കിട്ടും. പക്ഷെ ഫസ്റ്റ് കുറച്ചും കൂടി
അടിപൂക്കുറ്റി. അടിപ്പോക്കിട്ട് പെരുന്തച്ചൻ പോക്കിട്ട് കൂടെ അത് നിനക്ക് നാട്ടില് ഇത് സോഡക്കട ഇടാട്ടാ. നാട്ടിൽ നമ്മുടെ നല്ല പരിപാടി അറിയാവാ, തിരിക്കണ പരിപാടി. നാട്ടില് സോഡ ഉണ്ടാക്കണം അങ്ങനെ ഒരു 3 സോഡ വെച്ചിട്ട്. ശ്രീയായി അറിയാമല്ലോ, ശ്രീയ ഈസ് നോട്ട് എ 90s kid. He's a 2K. റൈറ്റ് ഓൺ ദ ഡോട്ട്. ഞാനും ശരിക്കും ചൂക്കയാണ്. ഉപ്പിട്ടല്ലോടാ. അധികം ഡയലോഗ് അടിക്കണ്ട, കുടിച്ചു നോക്കുന്ന. അജയന് ഇപ്പൊ എത്ര പ്രായമായി? 25. ഇല്ല 23. 90s kid ആണ്, പക്ഷെ 23. നമ്മുടെ ഫിൽറ്റർ വെള്ളം അതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. എടാ നീ എന്താ ചെയ്യണ്ടാ, രാവിലെ മോരും വെള്ളം എന്റെ അമ്മയൊക്കെ തരും. രാവിലെ ഞാൻ പോകുമ്പില്ലേ മോരും വെള്ളം ആക്കുക. അല്ലെങ്കിൽ ഇത് പറഞ്ഞ ഈ സോഡയും കൂടി ആക്കിയിട്ടില്ലേ, അതിൽ പറ്റിയ നല്ല ഇഞ്ചിയും മുളകൊക്കെ ഇല്ലേ എടുത്തിട്ട് ഫ്ലാസ്ക് ഇല്ലേ, ഫ്ലാസ്കിൽ എടുത്തിട്ട് പോവാ. ഉച്ച സമയത്ത് അത് കുടിക്കുമ്പോ ഇല്ലേ ഒരു രസമുണ്ട്. ഉള്ളിൽ നല്ല തണുപ്പായിരിക്കും, വണ്ടിയിൽ വെച്ചാലും നല്ല തണുപ്പായിരിക്കും. ഓ അത് പറഞ്ഞ ശരിയാണ്. ഒരു ഫ്ലാസ്ക് വാങ്ങിയാൽ മതി സ്റ്റാൻലി. അത് നല്ലൊരു സംഭവമായിരിക്കും, അടിപൊളിയായിരിക്കും. പിന്നെ അവിടെ തണുത്തോളം ഇഷ്ടം പോലെ കിട്ടും. ഇനി സോഡ ആണോ? എനിക്ക് മറ്റേ സാധനമില്ലേ? അതെനിക്കറിയാൻ പാടില്ലല്ലോ. അല്ല I don't know. അത് റീലാണ്. വീട്ടില് പല കാര്യങ്ങളും കാണുന്നുണ്ട്. അതെ. മോശം അത് റീലാണ്. മറ്റേ ഇത് റീലൊക്കെ കണ്ടിട്ടോ? മറ്റൊരു സംഭവം ഉണ്ടായിട്ടേ മറ്റേത് 25-ാം തീയതി മോഹൻലാൽ വരുന്നുണ്ട് അജേട്ടാ ഹ്യൂസ്റ്റണില്. പുതിയ മറ്റേ ദമീംഗർ ആ സാധനം കണ്ടില്ല? ദമീംഗർ അതിന്റെ പുതിയ സാധനം ഇറങ്ങി. എനിക്കിപ്പോ റീൽസ് കാണാൻ സമയമില്ല. നോക്ക് ഒരു ഇന്ത്യൻ വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. ദമീംഗർ 25-ാം തീയതി ലാലേട്ടൻ. എന്താ മോനെ ഇങ്ങനെ? എനിക്ക് ലാലേട്ടൻ കാണാൻ അത്ര ഇതൊന്നും ബ്രോ ലാലേട്ടൻ വ്ളോഗ് കാണുന്നുണ്ടാവും. സോറി, വെരി സോറി. ഇങ്ങനെ ഒരു ഹ്യൂസ്റ്റൺ. ഷുഗർലാൻഡ് ആണോ? 25 ഷുഗർലാൻഡ്. ഷുഗർലാൻഡ് ആണോ നെക്സ്റ്റ് സിറ്റി ആണോ അറിയില്ല. എവിടെ ആ ഒരു ഭാഗത്തായിട്ട് ലാലേട്ടൻ വരുന്നുണ്ട്, പക്ഷെ ജോലിയാണെങ്കിൽ കാണാൻ പറ്റില്ല സത്യം പറയാലോ. ഉറപ്പായിട്ടും തീർച്ചയായും. പിന്നെ വേറെന്താ കുറച്ച് കപ്പലിന്റെ എടുക്കട്ടെ. വേഗം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പോവുമല്ലോ. ഈ വ്ളോഗ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തോണ്ടാ ഇപ്പൊ തരാനുള്ള ഒരു മനസ്സിലും എല്ലാരും ആരും വലിച്ചടിച്ച് രണ്ട് വെട്ടി ചിപ്സ് ചേർത്തിട്ടുണ്ട്, മിക്സർ. അല്ലെങ്കിൽ വരെ ഇടൂല. നമ്മളൊരു കാര്യം മറന്നുപോയില്ലേ, എയർ ആക്ടിങ് കിട്ടാന്ന് പിടിച്ചോ. അല്ല പിന്നെ വെറൈറ്റി ആണല്ലോ ഇതെല്ലാം കൂടി ശരിയല്ലോ. ഇതൊന്നും കഴിക്കാൻ പാടില്ല, ഷുഗർ ഗ്യാസ് കയറും. ഇത് ഭയങ്കര ഗ്യാസാണ്, അതുകൊണ്ടാ നന്നായി കഴിക്കാം. അധികം കഴിക്കരുത്. അമ്മ തണ്ടർ സാധനം. എടാ ഇതോടെ സ്പെസിഫിക് സാധനം. അടുത്ത് ഐസ് വന്നാ അത് ഭയങ്കര ഡേഞ്ചർ സാധനം. ഇതാണ് ഈ പ്രോട്ടീൻ പൗഡറാണ് അടിപൊളി. ഐസൊലേറ്റാ. ഇതിപ്പോ എത്ര മതിയാ? ഇടയ്ക്കിപ്പോ കൊഴുപ്പ് 9. 150 ഇത്ര ഉള്ളു. എത്ര ഇതുണ്ട് നമുക്ക്? 1 സ്കൂപ്പ് 40. അതെന്നാണോ? നല്ല 40 ദിവസം കഴിക്കാം. അത് രാവിലെ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ടോ? 24 ഗ്രാം. എടാ ഇതാ നല്ലത്. എന്താ വെച്ചാലേ എനിക്കിപ്പോ ഇത് പ്രോട്ടീൻ കഴിച്ചിട്ട് കുരു വരുന്നില്ലേ? അത് കുരു ചില പ്രോട്ടീൻ അത് ചില ആൾക്കാർ. അച്ഛനും ഇത് മറ്റേ ഓണ്ട് വെച്ചിട്ട്. അതെയാ, അന്ന് ഇത് മാറ്റി അടുത്ത ഇത് വാങ്ങി നോക്കാം. പക്ഷേ നല്ല സാധനം. പക്ഷെ 2 മേടിച്ച് 150 രൂപ തരുന്നുണ്ട്. $150 2 മേടിച്ച് തിരുമ്പേ വീട്ടിലെത്തി ഗൈസ്. അങ്ങനെ ഒരു ദിവസം കൂടി കഴിഞ്ഞിരിക്കുന്നു. ഡെയിലി തോട്ടിന്റെ ഒരു ടൈമായി ശ്രീഹരി. ഓക്കെ, ഡെയിലി തോട്ട്. ഓക്കെ, ഇന്നെന്താണ് ക്വോട്ട് പറ. ക്വോട്ടല്ല, ഡെയിലി തോട്ട് പറ. ചിന്തിക്കട്ടെ. ഓഫ് കിട്ടി. കിടിലൻ പോലത്തെ ഒരു സാധനം കിട്ടി. അതായത് നമ്മൾ ജനിക്കാനുള്ള ചാൻസ് എത്രയാണെന്നറിയോ? 400 trillion to 1 റേഷ്യോ ആണ് നമ്മൾ ജനിക്കാനുള്ള ചാൻസ്. അത്രയും വലിയൊരു ലോട്ടറി അടിച്ചിട്ടാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീണത്. അത്രയും വലിയൊരു ഹെവി ലോട്ടറി അടിച്ചിട്ടാണ് നമ്മളെല്ലാവരും ജനിച്ചത്. അപ്പോൾ ഈ ഒരു ലോട്ടറീനെ, ഈ ഒരു ലൈഫ് എന്ന് പറഞ്ഞ എക്സ്പീരിയൻസിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാതെ വെറുതെ നെഗറ്റീവ് അടിച്ച്
കുറേ ഡ്രാമാസിലും പോയി പെട്ട്, കുറേ റൂമേഴ്സിലും പോയി പെട്ട് നിങ്ങളുടെ ടൈം അനാവശ്യമായിട്ട് കളയാതെ ഈ ലൈഫ് എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ്, ഗുഡ് ആൻഡ് ബാഡ്, നല്ലതും മോശവും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്ത് ഒരു മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പാർക്ക് ഇട്ടിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. കിട്ടതല്ലേ 400 trillion to 1 ratio ആണ് ഗൈസ്. അത് ഏത് ലോട്ടറി അടിച്ചാലും അതിനെക്കാട്ടും പിന്നെ ചാൻസ് നമുക്കുണ്ട്. പക്ഷേ ഈ ലൈഫ് എന്ന് പറഞ്ഞ ലോട്ടറി ഇല്ലേ, ചെറുതല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറുതല്ല. അത് വളരെ ചെറിയ സമയം മാത്രമേ നമ്മൾ ഈ ലോകത്തുള്ളൂ. ആ ഒരു ചെറിയ സമയം നല്ല രീതിയിൽ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സോള് ഹാപ്പിയാക്കുന്ന ഫുൾഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ആർക്കും ഒരു ദ്രോഹമില്ലാണ്ട് ചെയ്ത് അങ്ങനെ ഒരു ലൈഫിൽ ജീവിക്കുക, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, പോവുക. അത്രേ ഉള്ളൂ. സെറ്റ് ഗൈ. പിന്നെ വേറൊരു കാര്യം, ഗിവ് അവേൻ്റെ കാര്യം ഞാൻ സെറ്റ് ചെയ്തു. ഇപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു. ഞാൻ ആദ്യം കുളിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഐഡിയ ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. എന്നിട്ട് ഞാൻ അച്ഛനായിട്ട് ഡിസ്കസ് ചെയ്തു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു നല്ലതാണല്ലോ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും വലിയൊരു ഇതിലേക്ക് അച്ഛൻ ചിന്തിച്ചു എന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ നമ്മളത് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന ഓർഡേഴ്സിൽ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നു, ഐഫോൺ കൊടുക്കുന്നു. ശ്രീഹരി നവംബറിൽ നാട്ടിൽ വരുന്നുണ്ടല്ലേ? ശ്രീഹരിൻ്റെ അതിൽ തന്നെ കൊടുത്തു വിടാം. ഇല്ലെങ്കിൽ ഞാൻ വരുവാണെങ്കിൽ ഞാൻ തന്നെ വന്ന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ. സംഭവം ഐഫോൺ 17 അടുത്ത് തന്നെ ഇറങ്ങൂലേ? ഐഫോൺ 17 വേണോ 16 വേണോ അങ്ങനെ അത് നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് നോക്കാം. നോക്കി ചെയ്യാം. നാട്ടിൽ വരുമ്പോഴത്തേക്ക് 17 അറിയില്ലെങ്കിൽ 16 നോക്കാം. Pro ടൈം പോലെ നമ്മൾ നോക്കി നല്ലൊരു സാധനം, പുതിയൊരു സാധനം തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ ഇനി ഇവിടുന്ന് ഓണം വരെ സംഭവം എങ്ങനെയാണ്? റാഫിൾ ടിക്കറ്റ്സ് അല്ലേ? റാഫിൾ ടിക്കറ്റ്സ്. അതായത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു എൻട്രി നിങ്ങൾക്ക് കിട്ടും. 5 പ്രൊഡക്റ്റാണ് 5 എൻട്രി. പിന്നെ നിങ്ങൾക്ക് വേറെ കാര്യം പറയാനുണ്ട്. ഇതൊരു ഗിവ് അവേൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഐഫോൺ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രോഡക്റ്റ് വാങ്ങണ്ട. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ടൈംലെസ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ട്രെൻഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ട്രെൻഡിൽ തന്നെ നിന്നോളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ടൈംലെസ് ട്രൈ ചെയ്തിട്ട് ഇത് വേണ്ട, നമ്മുടെ ബ്രാൻഡിനെ ഹേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. അതെ, നിങ്ങൾക്ക് ടൈംലെസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ ഇനി ഓണമൊക്കെ വരാൻ പോവാണ്, ഓണത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നൊരു ടൈമാണെങ്കിൽ നമ്മുടെ ബ്രാൻഡ് ഒന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മളതിൽ ഒരാളെ സെലക്ട് ചെയ്തിട്ട് അലക്കി വിന്നപ്പോൾ നമ്മൾ ഓൺലൈൻ മീഡിയയിലൂടെ അറിയിക്കുന്നതായിരിക്കും, ബ്ലോഗിലൂടെ അറിയിക്കുന്നതായിരിക്കും. എന്നിട്ട് ലൈവായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എല്ലാം ലൈവായിട്ട്, ഒരു കൃത്രിമ പരിപാടിയൊന്നും ഇല്ലാണ്ട് ലൈവായിട്ട് തന്നെ ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഉഷാറാക്കുക, വൈബാക്കുക, അല്ലേ? വേറൊന്നും പറയാനില്ല. ഇതേപോലെ എനിക്ക് ഒരു കമ്പനീന്റെ ഒരു ഗിവ് അവേയിൽ ഇപ്പം വെറുതെ സൈനപ്പ് ചെയ്തു. അവരൊരു പ്രൊഡക്റ്റ് എന്തോ ചെയ്തില്ല. നീ എന്തോ എന്താ സംഭവം വെച്ചാൽ നമ്മൾ കടയിൽ പോയി, പിന്നെ ഫുഡ് ടൗൺ എന്ന് പറഞ്ഞൊരു കടയുണ്ട് ഇവിടെ. അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്പർ പിന്നെ ടൈപ്പ് ചെയ്താൽ ഒരു വിന്നറിനെ ചൂസ് ചെയ്യും. അത് ഇലക്ട്രിക് ബൈക്ക്. അതിന് എത്ര 70,000 ഉറുപ്പ്യ. എന്നിട്ട് ഞാൻ എന്റെ പേരിട്ട് സൈനപ്പ് ചെയ്ത് 20 സ്റ്റോറിൽ ഒരാളെ ചൂസ് ചെയ്തു. അതില് നിനക്ക് കിട്ടി. എത്ര ആൾക്കാർ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇപ്പം ഓക്കെ ഐഫോൺ നിങ്ങൾക്ക് വിൻ ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തും. മനസ്സിലായോ? വെറുതെ ഇങ്ങനെ 20 ഓർഡർ ഒന്ന് സൈനപ്പ് ചെയ്യുക അങ്ങനത്തെ പരിപാടി ഒന്നല്ലോ. ഇത് നിങ്ങൾ ആലോചിക്കുക, ചിന്തിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. എന്തായാലും പ്രൊഡക്റ്റ് കിട്ടും. ചിലപ്പം പ്രൊഡക്റ്റും ഐഫോണും കിട്ടും. നത്തിങ് ടു ലൂസ്. ഓക്കെ. വേറെ നമുക്ക് പറയാനില്ല. ഉഷാറായിട്ടിരിക്കാം. നാളത്തെ വ്ളോഗിൽ കാണാം. പിന്നെ ഈ ഗിവ് അവേൻ്റെ റീല് പറഞ്ഞുകൊണ്ട് നമ്മൾ വൈബ്സ് ഓൺ ചാനൽ ഇടുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിൽ വൈബ്സ് ഓൺ ചാനൽ നോക്കാം. ഫോളോ ചെയ്യാമെന്ന് ഞാൻ പറയില്ല. ഓക്കെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വേറെ ഒന്നും പറയാനില്ല ഗൈസ്. ഉഷാറായിട്ടിരിക്കുക, വൈബായിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. ഓക്കെ. നാളെ കാണാം. പീസ് ഗൈസ്. ഫോളോ അപ്പൊ നിങ്ങൾ എല്ലാവരും പോയി ഫോളോ ആക്കാം. പീസ്.